الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون السلام عليكم ورحمة الله وبركاته. الحمد لله والسماء نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നിത്യജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ നാം നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന പ്രാർത്ഥനകളെ സംബന്ധിച്ചുള്ള വിവരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഇസ്ലാമിന്റെ പ്രവാചകൻ ധാരാളം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഇസ്ലാമിന്റെ മഹത്വം പറയുമ്പോഴെല്ലാം നാം സാധാരണയായി പറയുന്നതും കേൾക്കുന്നതുമാണ്. ഏതൊരു വിഷയത്തിലും ഇസ്ലാമിന്റെ തീരുമാനം ഇല്ലാതെ പോയിട്ടില്ല. എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഒന്നുകിൽ സൂചനകൾ, അതല്ലെങ്കിൽ അത് സംബന്ധമായ വിശദമായ വിവരണങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇല്ലാതെ പോയിട്ടില്ല എന്ന് പൊതുവെ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിവുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ശത്രുക്കൾ പരിഹാസപൂർവ്വം ചില കാര്യങ്ങൾ പറഞ്ഞു. ഇസ്ലാമിൽ ഒരാൾ തന്റെ നിത്യജീവിതത്തിൽ ദിനചര്യകൾ നിർവഹിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ പോലും പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ദിനചര്യകൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ അത്തരം സന്ദർഭങ്ങളിൽ എന്തെല്ലാം നിയമങ്ങളും മര്യാദകളും കാത്തുസൂക്ഷിക്കണം എന്ന് ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതിനെ സംബന്ധിച്ച് പലപ്പോഴും പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ അത് പരിഹാസപൂർവ്വം എടുത്തു പറയാറുണ്ടായിരുന്നു എന്ന് ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു സംഭവം, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് അത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഖാല ലനൽ മുശ്രികൂൻ ഇന്നി അറാ സാഹിബക്കും യുഅല്ലിമുക്കും ഹത്താ യുഅല്ലിമുക്കുമുൽ ഖറാഅത ഫഖാല അജൽ
ഇന്നഹു നഹാനാ അൻ യസ്തൻജിയ യഹ്ദുനാ ബിയമീനിഹി ഔ യസ്തഖ്ബിലൽ ഖിബ്ലത വനഹാ അനിർ റൗസി വൽ അദ്മി വഖാല ലാ യസ്തൻജി അഹദുകും ബിദൂനി സലാസതി അഹ്ജാർ. സഹീഹ് മുസ്ലിമിൽ 262 നമ്പറായി വന്ന ഹദീസാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ആ സഹാബി പറയുകയാണ്, ഖാല ലനൽ മുശ്രികൂന, മുശ്രിക്കുകൾ ഞങ്ങളോട് പറയുകയുണ്ടായി. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ മുശ്രിക്കുകൾ, ബഹുദൈവ ആരാധകന്മാർ ഞങ്ങളോട് പറഞ്ഞു, ഇന്നി അറാ സാഹിബക്കും, നിശ്ചയമായി ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ കാണുന്നു. അഥവാ റസൂലുള്ളാഹിനെ പരാമർശിച്ചുകൊണ്ടാണ് ആ പറയുന്നത്. എന്താണ്? യുഅല്ലിമുക്കും ഹത്താ യുഅല്ലിമുക്കുമുൽ ഖിറാഅത, ഹത്താ യുഅല്ലിമുക്കുമുൽ ഖിറാഅത. ആ പ്രവാചകൻ, നിങ്ങളുടെ ആ കൂട്ടുകാരൻ നിങ്ങളെ എല്ലാം പഠിപ്പിക്കുന്നതായിട്ടാണല്ലോ ഞങ്ങൾ കാണുന്നത്. എത്രത്തോളം? മലമൂത്ര വിസർജനം എങ്ങനെ നിർവഹിക്കണം എന്ന് വരെ അയാൾ നിങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ഏത് വിഷയത്തിലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തതിനെ പരിഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളോട് എന്ന് സൽമാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഫഖാല, അദ്ദേഹം അതിന് മറുപടി കൊടുത്തു, അജൽ, അതെ, അഭിമാനപൂർവ്വം അദ്ദേഹം പറഞ്ഞു, അതെ, ഞങ്ങളോട് അതും പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കതൊരു പോരായ്മയല്ല, ഞങ്ങളത് അഭിമാനത്തോടുകൂടി പറയുന്നു. ഇനി കേൾക്കണോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ വിഷയത്തിൽ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചതെന്ന്? ഇന്നഹു നഹാനാ, ആ നബി ഞങ്ങളോട് വിരോധിച്ചിരിക്കുന്നു. അന്യസ്തൻജിയ അഹദുനാ ബിയമീനിഹി, വിസർജനം കഴിഞ്ഞാൽ വലത് കൈകൊണ്ട് ശൗചം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഔ യസ്തഖ്ബിലൽ ഖിബ്ലത, അല്ലെങ്കിൽ വിസർജന സമയത്ത് ഖിബിലയെ അഭിമുഖീകരിക്കരുതെന്നും പറഞ്ഞിരിക്കുന്നു. വനഹാ അനിർ റൗസി വൽ അദ്മി, മനുഷ്യന്മാരുടെ കാഷ്ടം മുഖേനയോ അതല്ലെങ്കിൽ എല്ലു മുഖേനയോ വൃത്തിയാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ശൗചത്തിന് വേണ്ടി ഉപയോഗിക്കരുതെന്നും വിലക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ വഖാല, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു, ലാ യസ്തൻജി അഹദുക്കും ബിദൂനി സലാസതി അഹ്ജാരിൻ, വെള്ളമില്ലാത്ത അവസരങ്ങളിൽ കല്ല് കൊണ്ടോ മണ്ണിന്റെ കട്ട കൊണ്ടോ ഒക്കെ വിസർജിച്ച സ്ഥലം ശുചിയാക്കുകയാണെങ്കിൽ അത് 3-ൽ താഴെയുള്ള കല്ല് കൊണ്ടാവരുതെന്നും 3 കല്ലുകളെങ്കിലും മിനിമം വേണമെന്നും പ്രവാചകൻ ഞങ്ങളോട് പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ കൃത്യമായി മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ലഖദ് നഹാനാ അൻ നസ്തഖ്ബിലൽ ഖിബ്ലത ലിഗായിത്തിൻ ഔ ബൗലിൻ, മലവിസർജനത്തിനോ അല്ലെങ്കിൽ മൂത്രവിസർജനത്തിന്റെ അവസരത്തിലോ ഖിബിലയെ അഭിമുഖീകരിക്കാൻ പാടില്ലെന്നും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവരതൊരു പോരായ്മയായിട്ട് പരിഹസിച്ചതാണ്. എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ നബി, ഇക്കാര്യം വരെ. അപ്പൊ സഹാബിമാരത് വളരെ അഭിമാനത്തോടുകൂടി പറയുന്നുവെന്ന്. അതെ, ഞങ്ങൾക്കതിൽ അഭിമാനമാണ്. ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ ഇരുട്ടിൽ തപ്പാൻ വിട്ടിട്ടില്ല, എല്ലാം ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നൊഴിയാതെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഇക്കാര്യത്തിലുമുണ്ട് ഞങ്ങൾക്ക് നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ആ മര്യാദകളെ സൽമാൻ റളിയല്ലാഹു തആല അൻഹു അവരുടെ മുമ്പിൽ അഭിമാനപുരസ്സരം പറയുകയുണ്ടായി എന്ന് നമുക്ക് പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന ആ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹം അതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഏത് വിഷയത്തിലും നിയമങ്ങൾ നൽകിക്കൊണ്ട്, ഏതൊരു വിഷയത്തിലും ഇരുട്ടിൽ തപ്പാതെ എന്താണ് മാർഗം, ശരിയായ മാർഗം കാണിച്ചിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളുടെ റബ്ബ് അയച്ച റസൂല് തന്നെയാണത് എന്ന് അഭിമാനപൂർവ്വം ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് പറയുകയാണ്. ഇനി നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഘട്ടത്തിൽ എന്താണ് പ്രാർത്ഥനയായി പറയാൻ പറഞ്ഞത്. അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ്, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ ഖലാഅ ഖാല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവായിരുന്നു ഇദാ ദഖലൽ ഖലാഅ, അവിടുന്ന് വിസർജനത്തിന് വേണ്ടി പ്രവേശിച്ചു കഴിഞ്ഞാൽ ഖാല, അവിടുന്ന് പറയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി.
ഖുബുസ് എന്ന് പറഞ്ഞാൽ ഖബീസ് എന്ന പദത്തിന്റെ ബഹുവചനമാണ്. ഖബീസ് എന്ന അറബി പദത്തിന്റെ ബഹുവചന പ്രയോഗമാണ് ഖുബുസ്. അതുപോലെ ഖബായിസ് എന്ന് പറഞ്ഞാൽ ഖബീസത്തുൻ എന്ന അറബി പദത്തിന്റെ ബഹുവചനമാണ്. ആൺ പിശാച്ച്, പെൺ പിശാച്ച് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂല് അഭയം ചോദിക്കുകയാണ് റബ്ബിനോട്, അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു, കാവലിനെ തേടുന്നു, ശരണം തേടുന്നു, മിനൽ ഖുബുസി വൽ ഖബായിസി, എല്ലാവിധത്തിലുള്ള പിശാചുക്കളുടെ ശർറിൽ നിന്നും, അതല്ലെങ്കിൽ ആൺ പെൺ പിശാചുക്കളുടെ ശർറിൽ നിന്ന്, ആൺ പെൺ പിശാചുക്കളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. മറ്റു ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം തുടക്കത്തിൽ ബിസ്മില്ലാഹി എന്നുകൂടി പറഞ്ഞുവെന്ന്. ചില റിപ്പോർട്ടുകളിൽ കാണാം ഇദാ ദഖൽതുമുൽ ഖലാഅ ഫഖൂലൂ ബിസ്മില്ലാഹ്, അത്തരം അവസരങ്ങളിൽ നിങ്ങൾ ബിസ്മില്ല പറയണം, എന്നിട്ട് ഈ പറഞ്ഞ പ്രാർത്ഥനയും പറയുക എന്ന്. അപ്പൊ തുടക്കത്തിൽ ബിസ്മില്ലാഹി എന്ന് പറയുന്നത് വിരോധമില്ല, അതിനും നിർദ്ദേശമുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. എന്താണിവിടെ ഖുബുസും ഖബായിസും? ആൺ പെൺ പിശാചുക്കൾ എന്നാണ് കാലം ഇന്നേ വരെ എല്ലാ ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് ഇപ്പൊ അവിടെ പിശാച്ച്? അതിന്റെ അകത്ത് ആണും പെണ്ണും പിശാച്ചിന്റെ കേന്ദ്രമാണോ? അല്ലെങ്കിൽ നമ്മുടെ ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ആൺപിശാച്ചിന്റെയും പെൺപിശാച്ചും മധുവിധു കൂടുന്ന മണിയറയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ പരിഹസിക്കുവാൻ ഇപ്പോൾ ചില യുക്തിവാദികൾ രംഗത്തുണ്ട്. ഹദീസിൽ ബുദ്ധിക്ക് യോജിക്കാത്തതൊന്നും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറയുകയും, അതുകൊണ്ട് ഓരോ പദങ്ങളെപ്പോലും ഇന്ന് ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചൊപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആൺപിശാച്ച് പെൺപിശാച്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇപ്പൊ ബാത്റൂമിൽ കയറുമ്പോ അത് പറയുന്നത്? അതിലൊരു പോരായ്മ, അതൊരു ബുദ്ധിക്ക് കൊള്ളാത്തൊരു കാര്യമാണ് എന്ന് തോന്നിയപ്പോ ചില ആളുകൾ ഇപ്പൊ ചെയ്തതെന്താണ്? അവർ പറയുന്നു അതുകൊണ്ട് ഉദ്ദേശം ആൺ പെൺ കൊതുകുകളാണ് എന്ന്. നോക്കണേ എവിടെ എത്തി? ഒരാളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ചില ബിദ്അത്തിന്റെ പുതിയ ചില വാദങ്ങളുമായി വന്നിട്ടുള്ള ചില ആളുകൾ, ഉദാഹരണമായി ഒരു സുല്ലമിയുടെ ഒരു പുസ്തകത്തിൽ ഒരു സുല്ലമി ബുഖാരിക്ക് ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. എന്ന് മറുകണ്ഠം ചാടിപ്പോയൊരു സുല്ലമിയാണ്. എന്തായിരുന്നാലും ചാടിയാലും ശരി, ഇതിന്റെ ഉള്ളിലുണ്ടെങ്കിലും ശരി, തെറ്റാണ്. ആര് പറഞ്ഞാലും തെറ്റാണ്. എന്താണതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബുഖാരിയുടെ പരിഭാഷയിൽ, ബുഖാരിയിൽ ഈ ഹദീസിന് വിശദീകരിക്കാൻ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് പറയാറുണ്ടായിരുന്നു. എന്നിട്ട് മൂപ്പർ അതിന് പരിഭാഷ കൊടുത്തതെന്താ? എല്ലാത്തരം ആൺ പെൺ മലിന വസ്തുക്കളിൽ നിന്നും ഞാൻ നിന്നോട് അഭയം പ്രാപിക്കുന്നു. ആൺ പെൺ പിശാചി എന്ന് പറയാൻ കഴിയുന്നില്ല. ആൺ പെൺ മലിന വസ്തുക്കളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം പ്രാപിക്കുന്നു. എന്നിട്ടതിന് വിശദീകരണം കൊടുക്കുന്നു. എന്താ വിശദീകരണം? പെൺവർഗത്തിൽപ്പെട്ട കൊതുകാണ് മിക്ക രോഗങ്ങളും പരത്താറുള്ളത്. മലമൂത്ര വിസർജന സ്ഥലത്ത് ഇത്തരം ജീവികളും മലിന വസ്തുക്കളും ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇപ്രകാരം അല്ലാഹുവിനോട് രക്ഷ തേടുക. ബുഖാരിയുടെ പരിഭാഷ 1-ാം വാള്യം 144-ാമത്തെ പേജിൽ കാണാം. എന്താ പറഞ്ഞത്? പെൺവർഗത്തിൽപ്പെട്ട കൊതുകാണ് മിക്ക രോഗങ്ങളും പരത്താറുള്ളത്. അപ്പൊ മിക്ക രോഗവും പരത്തുന്നത് ഈ പെൺവർഗത്തിൽപ്പെട്ട കൊതുകാണ്. മലമൂത്ര വിസർജന സ്ഥലത്ത് ഇത്തരം ജീവികളും മലിന വസ്തുക്കളും ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇപ്രകാരം അല്ലാഹുവിനോട് രക്ഷ തേടുക. അപ്പൊ ഇതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്താണ് കയറുന്നതെങ്കിലോ ഇത് പറയണ്ടേ? സാധാരണഗതിയിൽ ഇപ്പൊ ശരിക്ക് ബാക്ടീരിയയും അണുവൊക്കെ മുക്തമാക്കിയ ഒരു സ്ഥലമാണ് വിചാരിക്കുക. അവിടെ എല്ലാ നിലക്കുള്ള മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. ബാത്റൂം കണ്ടാൽ തന്നെ എന്താണ്, വളരെ ക്ലീനാണ്, കൃത്യമാണ്, അവിടെ യാതൊന്നുമില്ല. എല്ലാ നിലക്കുള്ള ആധുനികമായ ഭൗതിക സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി കൃത്യമായി ക്ലീനാക്കിയ ഒരു സ്ഥലത്തേക്കാണ് ഒരാൾ നിർവഹിക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇപ്പത് പറയേണ്ട ആവശ്യമില്ല. കാരണം അവിടെ കൊതുകുമില്ല, അവിടെ ആൺകൊതുകുമില്ല, പെൺകൊതുകുമില്ല, യാതൊരു ശല്യമില്ല. സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ പിശാച്ചിനെ കൊണ്ടുപോയിട്ട് കൊതുകാക്കി മാറ്റുന്നത്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന്
ഏത് നിലക്കാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് അറിയാവുന്ന അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ ഇത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതിനാൽ തന്നെ ഇവിടെ എന്താണ് നമ്മളത് കൊതുകാണെന്ന് പറയാൻ പോകേണ്ടതില്ല. എന്താണ് അതിനെ സംബന്ധിച്ച് പൈശാചികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത്തരം സന്ദർഭങ്ങളിൽ എന്തെല്ലാം ചിന്താഗതികൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുമോ ആ ചിന്താഗതികളിൽ നിന്നെല്ലാം മനുഷ്യന്റെ മനസ്സിന് മോചനം ലഭിക്കുക, ആ രൂപത്തിലുള്ള യാതൊരു രൂപത്തിലുള്ള ശർറും അവനെ ബാധിക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. ഈ പിശാച്ച് എന്നതിനെ പല രൂപത്തിലുള്ള അർത്ഥമാക്കുക എന്നത് ഇദ്ദേഹത്തിന്റെ പരിഭാഷയിൽ വേറെയും സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിൽ കാണാം, നിങ്ങളിൽ ഒരാൾ ഇദസ്തൈഖള അഹദുക്കും മിൻ നൗമിഹി, നിങ്ങളിൽ ഒരാൾ തന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ, ഉറക്കിൽ നിന്നൊരാൾ ഉണർന്നു കഴിഞ്ഞാൽ അവൻ എന്തു ചെയ്യട്ടെ? അവൻ അവന്റെ മൂക്കിൽ വെള്ളം കയറ്റി 3 പ്രാവശ്യം ചീറ്റിക്കളയട്ടെ. ഫല്യസ്തൻസിർ സലാസ, 3 പ്രാവശ്യം അവൻ മൂക്കിൽ വെള്ളം കയറ്റി ശക്തിയായി ചീറ്റി പുറത്തു കളയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത് റസൂലുള്ള കാരണം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു കാരണം പറഞ്ഞത്, ശൈത്താൻ അവന്റെ തരിമൂക്കിൽ രാത്രി താമസിച്ചിട്ടുണ്ട് എന്നാണ്. അവിടെ ശൈത്താൻ എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. പിശാച് അവിടെ താമസിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് ഇദ്ദേഹം നൽകുന്ന അർത്ഥം, നിങ്ങളിൽ വല്ലവനും ഉറക്കത്തിൽ നിന്നും ഉണർന്നാൽ അവൻ വുദുവെടുക്കുകയും 3 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അവന്റെ നാസാദ്വാരത്തിലാണ് പിശാച് രാത്രി കഴിച്ചുകൂട്ടിയത്. അവിടെ ശരിക്കും അർത്ഥം നൽകി. എന്നിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കാണ്, മണ്ണിന്റെ തരികളും മറ്റുമാണ് ഇവിടെ വിവക്ഷ. മൂക്കിൽ വല്ല മണ്ണിന്റെ തരിയോ ചളിയോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത് ചീറ്റിക്കളയണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് വിവക്ഷ മൂപ്പര് കൊടുക്കുകയാണ്. അപ്പൊ അത് ശൈത്താൻ നബി പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ തരിമൂക്കിലുള്ള, മൂക്കിന്റെ അകത്ത് കയറിയിട്ടുള്ള മാലിന്യങ്ങളും പൊടിപടലങ്ങളും മൺതരികളുമൊക്കെയാണ്. എന്തിനാണ് സുഹൃത്തുക്കളെ ഒരു ഹദീസിന്റെ പദത്തെ നമ്മൾ അങ്ങനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ പോകേണ്ട ഒരു കാര്യം? അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോരുത്തരും ഇപ്പൊ ഈ ആധുനിക കാലഘട്ടത്തിൽ പലതും അങ്ങനെ അർത്ഥം വെച്ചാൽ അത് ബുദ്ധിക്ക് യോജിക്കൂല, കാലഘട്ടത്തിന് യോജിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മൾ അത്തരം ഒരു മാറ്റത്തിലേക്ക് പോകേണ്ടതില്ല. ഹദീസുകളിൽ എന്താണ് വന്നതെങ്കിൽ അതേ രൂപത്തിൽ തന്നെ കാര്യം മനസ്സിലാക്കുക എന്നതാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ആഖിറത്തിന്റെ നല്ലത്, നമ്മുടെ ദീനി സുരക്ഷയ്ക്ക് നല്ലത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചില മര്യാദകൾ പഠിപ്പിച്ചു തരുന്നു ഇത്തരം ഘട്ടത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ വിസർജന അവസരങ്ങളിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അനിൽ മുഗീറത്ത് ബിൻ ശുഅബ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദൽ ബിറാസ ഇൻതലഖ ഹത്താ ലാ യറാഹു അഹദുൻ. അവിടുന്ന് വിസർജനത്തിന് പോകുമ്പോ ആരും കാണാത്ത സ്ഥലത്തേക്ക് മാറിപ്പോകാറുണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ടതില്ല, ഇപ്പൊ റൂമുകളാണ്, സംവിധാനങ്ങളാണ്. പക്ഷേ ഇപ്പോഴും നാട്ടിൻപുറങ്ങളിൽ ഇന്നൊക്കെ അത് പറയേണ്ടതുണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. ഇപ്പോഴും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ വഴിയോരങ്ങളിൽ ആളുകൾ കാണെ യാതൊരു ലജ്ജയുമില്ലാതെ തുറന്ന സ്ഥലങ്ങളിൽ ഈ കൃത്യം നിർവഹിക്കുന്ന ആളുകളെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏതവസ്ഥയിലും വളരെ ദൂരെ മാറിപ്പോയി ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം? ഹത്താ ലാ യറാഹു അഹദുൻ, ഒരാളും അവിടുത്തെ കാണാത്ത നിലക്ക്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു മര്യാദ, ആ ഇരിക്കുന്ന അവസരത്തിൽ മാത്രമേ വസ്ത്രം പൊക്കി പിടിക്കാവൂ. അഡ്വാൻസ്ഡ് ആയിട്ട് വസ്ത്രം പൊക്കി പിടിച്ചിങ്ങനെ നടക്കലല്ല. കടലോരങ്ങളിലും അതുപോലെ തന്നെ പുഴവക്കത്തൊക്കെ ഇതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിട്ടിങ്ങനെ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നൊരു പരിപാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചിരുന്നത്? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദ ഹാജതൻ ലാ യർഫഉ സൗബഹു ഹത്താ യദ്നുവ മിനൽ അർളി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇദാ അറാദ ഹാജതൻ അവിടുന്ന് ആവശ്യ നിർവഹണത്തിന് ഉദ്ദേശിച്ചാൽ ലാ യർഫഉ സൗബഹു ഹത്താ യദ്നുവ മിനൽ അർളി, ആ ആവശ്യം നിർവഹിക്കുന്ന ഘട്ടം എത്തുവോളം അവിടുത്തെ വസ്ത്രം അവിടുന്ന് ഉയർത്താറില്ല. നോക്കൂ, ഓരോന്നിലും നിർദ്ദേശമാണ്, ഓരോ ചുവടുവെപ്പിലും നിർദ്ദേശമാണ്. എത്രത്തോളം
ഇദാ അറാദ ഹാജത്തൻ ലാ യർഫഉ സൗബഹു ഹത്താ യദ്നുവ മിനൽ അർളി, നിലത്ത് ആ ആവശ്യത്തിന് വേണ്ടി അടുക്കുന്ന അവസരം വരെ അവിടുന്ന് തന്റെ വസ്ത്രം ഉയർത്തിപ്പിടിക്കാറില്ല. അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശം. അങ്ങനെ കൃത്യമായി ആ വിഷയത്തിൽ നിർദ്ദേശിക്കുന്ന പ്രവാചകൻ വീണ്ടും പറയുകയാണെന്ത്? വഴിക്കവലകളിൽ അരുത്, ആളുകൾക്ക് ശല്യമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ പാടില്ല, അതുപോലെ തന്നെ ആളുകൾ വിശ്രമിക്കുന്ന തണലുകളിൽ പാടില്ല. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത്തഖുൽ ലആനൈൻ. ഖാലൂ വമൽ ലആനാനി യാ റസൂലല്ലാഹ്? ഖാല അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസി ഔ ലില്ലിഹിം. റസൂലുള്ളാഹ് പറയുന്നു, ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ, അല്ല ആനൈനി, ജനങ്ങളുടെ ലഅനത്തിന് വിധേയമാകുന്ന സംഗതികളെ. ലഅനത്ത് കിട്ടാൻ ശാപഹേതുകരമായ, ശാപത്തിന് ഹേതുവായി തീരുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വർജിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. സഹാബിമാര് ചോദിക്കുന്നു, വമൽ ലആനാനി യാ റസൂലല്ലാഹ്? ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ നബിയെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസ്. ശാപത്തിന് ഹേതുവാകുന്ന, ശപിക്കപ്പെടുന്നവൻ ആരാണ്? അല്ലദീ യതഖല്ലാ ഫീ ത്വരീഖിൻ നാസ്, ജനങ്ങളുടെ വഴികളിൽ ഈ കൃത്യം നിർവഹിക്കുന്നവൻ. ഔ ലില്ലിഹിം, അല്ലെങ്കിൽ അവരുടെ വിശ്രമസ്ഥലങ്ങളിൽ, തണലുകളിൽ, ജനങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ പ്രത്യേകമായ സ്ഥലങ്ങളിൽ, അതല്ലെങ്കിൽ തണലുകളിൽ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അൽ ബിറാസ ഫിൽ മവാരിദി, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ, വഖാരിഅത ത്വരീഖി, വഴികൾ വന്ന് മുട്ടുന്ന കവലകളിൽ, വല്ലിൽ, അതുപോലെ തന്നെ തണലിലും ഇത് നിർവഹിക്കുവാൻ പാടില്ല. നമ്മൾ ഇന്ന് ആലോചിച്ചു നോക്കൂ, ഈ പരിഷ്കരിച്ച കാലഘട്ടം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇന്നും പല സ്ഥലങ്ങളിലും നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കാണ് പോയാൽ എന്താണ് വേണം? നമ്മുടെ നാട്ടിൽ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ കഴിയൂല, പൊതുസ്ഥലാണ്. ആളുകൾക്ക് ബസ് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. കുറച്ചു നേരം വെയിലത്ത് നിന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അതല്ലെങ്കിൽ വലിയ വൃക്ഷമുള്ള, വലിയ തണലുകളുള്ള വൃക്ഷങ്ങളുടെ ചുവടുകളിൽ ആളുകൾ പോയി നിൽക്കാറുണ്ട്. അത്തരം സ്ഥലങ്ങളിലുമൊക്കെ ഒന്നും രണ്ടും കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മലിനമാക്കി ആളുകൾ കാണുമ്പോൾ തന്നെ ഏത് പഹയനാണ് ഈ പണി ചെയ്തത് എന്നും മനസ്സ വാച അവനെ തെറി പറയുന്ന, അവനോട് വിമ്മിഷ്ടം പ്രകടമാക്കുന്ന ഒരവസ്ഥ ഇന്നും ഈ കാലഘട്ടത്തിലുണ്ട്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ടേ പറഞ്ഞു, അത് ലഅനത്തിന് കാരണമാകുന്ന സംഗതികളാണ്. ആളുകൾ, നമ്മൾ പറയില്ലേ, പ്രാഗ്യാണ്. ആളുകളുടേതായ ഈ കുത്തുവാക്കുകൾ, അതല്ലെങ്കിൽ അവനെതിരെ പ്രാർത്ഥിച്ചു പോകുന്ന, അത്രയും വിഷമിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇത്. ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ, പൊതുസ്ഥലങ്ങളിൽ, വഴിക്കവലകളിൽ, വിശ്രമിക്കാനിരിക്കുന്ന തണലുകളിൽ, അതുപോലെ തന്നെ ഉപകാരത്തിന് വേണ്ടി ആളുകൾ ഒന്നിച്ചുകൂടുന്ന അത്തരം മേഖലകളിൽ ഈ കൃത്യം നിർവഹിക്കുവാൻ പാടില്ല. അത് ലഅനത്തിന്റെ കാര്യമാണ്, ശാപഹേതുകരമായ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതും ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. നോക്കൂ, അതാണ് സൽമാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഞങ്ങളുടെ പ്രവാചകൻ അതും പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ വിഷയത്തിലുള്ള നിയമങ്ങളാണ്. ഇനി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറ്റു ചില മര്യാദകൾ. റസൂലുള്ളാഹി പറയുന്നു, ഇന്നമാ അന ലക്കും ബിമൻസിലത്തിൽ വാലിദി ഉഅല്ലിമുക്കും فإذا أتى أحدكم الغائط فلا يستقبل القبلة ولا يستدبرها ولا يستطب بيمينه وكان يأمر بثلاثة أحجار وينهى عن الروس. അബൂ ദാവൂദിൽ കാണാം, റസൂലുള്ളാഹി പറയുന്നു, ഇന്നമാ അന ലക്കും. ആ പദം ശ്രദ്ധിച്ചു നോക്കൂ. ഇന്നമാ അന ലക്കും ബിമൻസിലത്തിൽ വാലിദി ഉഅല്ലിമുക്കും, സ്വന്തം മക്കളെ സ്നേഹത്തോടുകൂടി പഠിപ്പിക്കുന്ന ഒരു ഉപ്പയുടെ സ്ഥാനത്താണ് ഉമ്മത്തെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ. റസൂലുള്ളാഹി പറയാണ് ഈ സമൂഹത്തോട്, മുസ്ലിം ഉമ്മത്തിനോട് പറയുകയാണ്, ഇന്നമാ അന ലക്കും, ഞാൻ നിങ്ങൾക്ക് ബിമൻസിലത്തിൽ വാലിദി,
ഒരു പിതാവിന്റെ സ്ഥാനത്താണ്. ഒരു പിതാവ്, സ്നേഹമുള്ളൊരു പിതാവ് തന്റെ കുഞ്ഞുമക്കളോട് അത് ചെയ്യരുത് മോനെ, ഇത് ചെയ്യരുത് മോനെ എന്നിങ്ങനെ സ്നേഹത്തോടുകൂടി പറഞ്ഞുകൊണ്ട് എന്തൊരു ചെറിയ തെറ്റുകൾ കണ്ടാലും എന്റെ മോൻ നല്ല നിലയിലേ വളരാവൂ എന്ന് വിചാരിച്ചുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ പോലും വളരെ ദീർഘദൃഷ്ടിയോടുകൂടി കാണുകയും അത് തിരുത്തുകയും പഠിപ്പിക്കുകയും നല്ല നിലക്ക് നടത്തുകയും ചെയ്യുന്നൊരു പിതാവിനെ കണ്ടിട്ടില്ലേ? അതുപോലെ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്ന ഒരു പിതാവിന്റെ സ്ഥാനത്താണ് ഞാൻ നിങ്ങൾക്ക്. ആമുഖം പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫൈദാ താഹദുകുമുൽ ഗായിത, നിങ്ങളിങ്ങനെ ഈ വിസർജനത്തിന് വേണ്ടി പ്രവേശിക്കുമ്പോൾ ചെന്നു കഴിഞ്ഞാൽ ഫലാ യസ്തഖ്ബിലുൽ ഖിബ്ലത വലാ യസ്തദ്ബിർഹാ, നിങ്ങളും ഖിബ്ലക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത്. അവിടെ നമ്മൾക്ക് ചിലപ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഈ ഖിബ്ലക്ക് നേരെ തിരിയരുത്, മുത്രയിക്കാനോ കാഷ്ടിക്കാനോ നിൽക്കുമ്പോൾ അങ്ങോട്ട് തിരിയെ മുന്നോട്ടോ പിന്നോട്ടോ ആവരുത് എന്ന് പറഞ്ഞാൽ അത് ഒഴിഞ്ഞ സ്ഥലങ്ങളിലാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്. മറയൊന്നുമില്ലാത്ത മരുഭൂമികളിൽ, ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ, പറമ്പിലൊക്കെ അത്തരം ഘട്ടങ്ങളിലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് റൂം സംവിധാനമാണെങ്കിൽ, നമ്മുടെ ടോയ്ലറ്റുകൾ, അത്തരം സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് പ്രശ്നമല്ല, അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല, കാരണം അവിടെ മുമ്പിൽ മറയുണ്ട് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ പ്രവാചക വചനങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ആ അഭിപ്രായത്തേക്കാൾ നല്ലത് മറ്റേ വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. അവർ പറയുന്നത് ഹദീസിൽ അതൊന്നും പറഞ്ഞിട്ടില്ല. ഹദീസിൽ പറയുന്നത് നിങ്ങൾ ഖിബിലക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത്. അത് മുമ്പിൽ മറ വന്നു പോയതുകൊണ്ട് ഖിബിലയുടെ ആദരവ് നഷ്ടപ്പെടുന്നില്ല. കാരണം പള്ളിയിലൊക്കെ നമ്മൾ മറണ്ടല്ലോ, എല്ലാ പള്ളികളിലും മെഹ്റാബും ചുവരും ഒക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ സുജൂദ് ചെയ്യുന്നു, ഖിബിലയുടെ നേരെ തിരിയുന്നു, ഖിബിലയുടെ നേരെ സുജൂദ് ചെയ്യുന്നു. അപ്പോഴൊക്കെ ഖിബിലയുടെ ബഹുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ റൂം സംവിധാനമുള്ള വിസർജന സ്ഥലമാണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും ചുമരോ മറയോ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്? ഖിബിലയുടെ നേരെ മുന്നിടാനോ പിന്നിടാനോ പാടില്ല. അപ്പൊ പുറം വെളിപ്രദേശത്ത് മാത്രമല്ല, റൂമിലാണെങ്കിൽ പോലും കെട്ടിടത്തിലാണെങ്കിൽ പോലും ഈ മര്യാദ പാലിക്കണം എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് സൂക്ഷ്മതയ്ക്ക് നല്ലത്, അതാണ് സ്വീകരിക്കപ്പെടേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ രൂപത്തിൽ വീടുകളിലൊക്കെ നിർമ്മിക്കുമ്പോ ഖിബിലയുടെ നേരെയോ മുന്നോട്ടോ പിന്നോട്ടോ ആയി പോകുന്ന അവസ്ഥയില്ലാതെ മറ്റു ഭാഗങ്ങളിലേക്ക് ചരിച്ചുകൊണ്ടും ആ രൂപത്തിലാണ് നമ്മൾ ആദ്യമേ നിർമ്മിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. പിന്നെ പറഞ്ഞത് എന്താണ്? വലത് കൈ കൊണ്ട് ശൗചം ചെയ്യരുത്. കഴുകൽ വലത് കൈ കൊണ്ട് പാടില്ല, ഇടത് കൈ കൊണ്ട് മാത്രമേ ചെയ്യാവൂ. പിന്നെ പറഞ്ഞത് വകാന യഅ്മുറു ബിസലാസതി അഹ്ജാരിൻ, വെള്ളം കിട്ടാത്ത അവസരങ്ങളിൽ പലപ്പോഴും ജലക്ഷാമമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ, യാത്രക്കിടയിലൊക്കെ. അപ്പൊ അതിന് പകരമായിട്ട് പ്രവാചകൻ ശുദ്ധീകരിക്കാൻ പറ്റുന്ന നല്ല വസ്തുക്കളെ പരിചയപ്പെടുത്തിയപ്പോൾ കല്ലിനെയാണെന്ന് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വെള്ളം വലിച്ചെടുക്കാവുന്ന മലിന വസ്തുക്കൾ പറ്റില്ല. ഒട്ടകത്തിന്റെ കാഷ്ടം കൊണ്ടുവന്നു ഒരിക്കൽ ശുചീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ഒട്ടകത്തിന്റെ കാഷ്ടം കൊണ്ടുവന്നു കൊടുത്തു. വെള്ളം അത് വലിച്ചെടുക്കുന്നുണ്ട്, പക്ഷേ റസൂലുള്ളാഹി അത് എറിഞ്ഞു കളഞ്ഞു. അത് ശുദ്ധിയാക്കാൻ പറ്റില്ല, കാരണം അത് തന്നെ വൃത്തികേടാണ്, നജസാണ്. ഒരു നജസ് കൊണ്ട് മറ്റൊരു നജസിനെ എങ്ങനെ ശുദ്ധീകരിക്കും? അതുകൊണ്ട് കല്ല് തന്നെ വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിന്റെ എണ്ണം 3 ചുരുങ്ങരുത്, ആവശ്യത്തിന് ഒറ്റയായ എണ്ണം വീണ്ടും കൂട്ടാമെന്നും പഠിപ്പിച്ചു. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആ കാലഘട്ടത്തിൽ കല്ലാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ഇന്ന് വെള്ളം വലിച്ചെടുക്കുന്ന നിലക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ശുദ്ധമായ വസ്തുക്കളെയൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. ഇന്നിപ്പോ പ്രവാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെ പ്രചാരത്തിലുള്ളതാണ് ടിഷ്യൂ പേപ്പറുകൾ. ടിഷ്യൂ പേപ്പറുകൾ ഉപയോഗപ്പെടുത്തി ശരിക്കും കൃത്യമായത് വെള്ളം വലിച്ചെടുക്കുന്ന സംവിധാനമാണ്. അപ്പൊ കല്ലന്ന് ഉപയോഗിച്ചിരുന്നതിന് പകരം വെള്ളം ലഭിക്കാത്ത ഘട്ടങ്ങളിൽ ശുചീകരണത്തിന് വേണ്ടി നമുക്ക് ഈ ടിഷ്യൂ പേപ്പറുകൾ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതേ രൂപത്തിൽ തന്നെ അത് കൃത്യമായി മാലിന്യത്തെ തുടച്ചെടുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ പ്രവാചകൻ തിരുമേനിയോടൊപ്പം പ്രവാചകൻ അങ്ങനെ പുറപ്പെടുമ്പോ വെള്ളം കൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ പിന്നാലെ ആള് പോകാറുള്ളത്. കാരണം പ്രവാചകൻ ഏറ്റവും അഫ്ളലായി ശുദ്ധീകരണ വസ്തുവായി പഠിപ്പിച്ചത് വെള്ളം തന്നെയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ ലിഹാജതിഹി അജീഉ അന
വഗുലാമുൻ മഅനാ ഇദാവത്തുൻ മിൻ മാഇൻ യഅനി യസ്തൻജി ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ ലിഹാജതിഹി, അവിടുന്ന് തന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അജീഉ അനാ, ഞാൻ വരും, വഗുലാമുൻ, ഒരു കുട്ടിയും കൂടെ ഉണ്ടാകും, അഥവാ ഒരു ഭൃത്യനും ഉണ്ടാകാറുണ്ട്, മഅനാ ഇദാവത്തുൻ മിൻ മാ, ഒരു പാത്രത്തിൽ, ഒരു തോൽപാത്രത്തിൽ വെള്ളവുമായിട്ടാണ് ഞങ്ങൾ നബിയുടെ കൂടെ പോകാറുള്ളത്. അങ്ങനെ ഞങ്ങൾ കാണാത്ത ദൂരത്തേക്ക് റസൂലുള്ളാഹി അങ്ങ് ദൂരെ പോയി കൃത്യം നിർവഹിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ അടുത്തേക്ക് പ്രവാചകൻ പിന്നീട് വരുമ്പോ ഞങ്ങൾ ഈ വെള്ളം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തൻജി ബിഹി, അതുകൊണ്ട് ശുചീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്തിനാ അത് എടുത്തു പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശുദ്ധീകരിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാഷ്ടവും മൂത്രവും നജസല്ല എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. പ്രവാചകനെ മദ്ഹ് പറയുവാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുകഴ്ത്തുവാൻ വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ള പല പുസ്തകങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാഷ്ടവും മൂത്രവും നജസല്ലായിരുന്നു എന്ന് പഠിപ്പിക്കാറുണ്ട് പലപ്പോഴും. ആ അഭിപ്രായമുള്ള പലരും മുമ്പും ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആളുകൾക്കിടയിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മലമൂത്ര വിസർജനം നിർവഹിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നാലെ തന്നെ ആളുണ്ടാവാറുണ്ട്. വെള്ളപ്പാത്രം കൊണ്ട്. എന്തിനാ? അത് ശുദ്ധീകരിക്കാൻ. മാലിന്യമായതുകൊണ്ടല്ലേ റസൂലുള്ളാഹി അത് ശുദ്ധീകരിക്കുന്നത്. മറിച്ച് ചില പുസ്തകങ്ങളിൽ നമുക്ക് കാണാം, നബിക്കുള്ള കാഷ്ടം താഹിറാണേ മൂത്രവും, അതുപോലെ തന്നെ ഹബീബേ രക്തവും. നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്ന് രീഹുൻ ത്വയ്യിബത്തടിക്കുന്നതാ. നബിക്കുള്ള കാഷ്ടം താഹിറാണേ മൂത്രവും, റസൂലുള്ളാഹിയുടെ കാഷ്ടവും മൂത്രവും പരിശുദ്ധമാണെന്നും, അതുപോലെ തന്നെ ഹബീബേ രക്തവും, അവിടുത്തെ രക്തവും താഹിറാണെന്നും മാത്രമല്ല നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്ന് രീഹുൻ ത്വയ്യിബത്തടിക്കുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാഷ്ടം കാഷ്ടിച്ചു കഴിഞ്ഞാൽ ഭൂമി അതപ്പാട് വിഴുങ്ങുന്നു എന്ന് മാത്രമല്ല അതിൽ നിന്ന് രീഹുൻ ത്വയ്യിബത്തടിക്കുന്നതാ എന്ന് പറഞ്ഞാൽ അവിടം സുഗന്ധപൂരിതമാവാറത്രേ പതിവുള്ളത്. അങ്ങനെ അതിനുവേണ്ടി അവർ പല ഉദ്ധരണികളും ഉദ്ധരിക്കാറുമുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് ചോദിച്ചു പോലും, നബിയേ, നിങ്ങൾ കാഷ്ടിച്ച സ്ഥലത്തൊക്കെ ഞാൻ പോയി നോക്കിയാൽ അവിടെയൊന്നും കാണാറില്ലല്ലോ, മാത്രമല്ല അവിടെ ഇങ്ങനെ കസ്തൂരിയുടെ സുഗന്ധമാണ് അടിച്ചു വീശാറുള്ളത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ര ആയിഷ, അമ്പിയാക്കളുടേതൊക്കെ അങ്ങനെ തന്നെയാണ്, ഭൂമി വിഴുങ്ങാറാണ് പതിവുള്ളത്, അത് സുഗന്ധമാണ് അവിടെ പൂശപ്പെടുന്നത് പോലെയാണ് എന്നും പറഞ്ഞു എന്നാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, റസൂലുള്ളാഹിയുടെ മലമൂത്രം ആ രൂപത്തിലുള്ള ഈ ഒരു പരിശുദ്ധമായ കാര്യമാണെങ്കിൽ നബിതിരുമേനി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നതിന് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. അങ്ങനെ ആയിക്കൂടാത്തത് കൊണ്ടല്ല പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അങ്ങനെ ഒരു മഹത്വം ഉണ്ടായിക്കൂടെന്നല്ല പറയുന്നത്. പക്ഷേ പ്രവാചക തിരുമേനിയാണല്ലോ അത് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. അവിടുന്ന് അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. മാത്രമല്ല നബി തിരുമേനിയുടെ പതിവ്, സ്വഹാബത്തിന്റെ പതിവെന്താ? കാന റസൂലുള്ളാഹി ഇദാ ഖറജ ലിഹാജതിഹി, ഒരിക്കലോ രണ്ടു തവണയോ അല്ല, റസൂലുള്ളാഹിയുടെ വീട്ടിൽ റസൂലുള്ളാഹിയോടൊപ്പം നിഴല് പോലെ പിന്തുടർന്നിരുന്ന, അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന, സേവനം ചെയ്തിരുന്ന ഭൃത്യനും വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടിയിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇങ്ങനെ പ്രവാചകൻ പോകുന്ന അവസരത്തിൽ വെള്ളപ്പാത്രവുമായി ഞങ്ങൾ പിന്നാലെ പോകാറുണ്ട് ശുദ്ധീകരിക്കാൻ വേണ്ടി. പല അവസരങ്ങളിലും പ്രവാചകൻ വെള്ളമില്ലാത്ത അവസരങ്ങളിൽ കല്ല് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ട സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയാണ് ഒരിക്കൽ സഹാബികൾ പോയിട്ട് കല്ല് തെരഞ്ഞിട്ട് കിട്ടുന്നില്ല. ശുചീകരണത്തിന് പറ്റുന്ന കല്ല് കിട്ടാതെയായപ്പോ 2 കല്ലും പിന്നെ മൂന്നാമത് തികക്കാൻ വേണ്ടി ഒരൊട്ടക കാഷ്ടവുമാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പൊ പ്രവാചകൻ ആ കല്ലുകൊണ്ട് ശുചീകരിച്ച് കാഷ്ടത്തെ എറിഞ്ഞു കളഞ്ഞുവെന്ന് ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ വെള്ളമില്ലാത്ത അവസരങ്ങളിലെങ്കിലും പ്രവാചകൻ അത് ശുചീകരിക്കാതെ വിട്ടുപോയോ?
അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാഷ്ടവും മൂത്രവും താഹിറാണ്, അത് വൃത്തിയാക്കേണ്ടതില്ല എന്നോ അത് സുഗന്ധം പുരടിച്ച് വീശുന്നതാണെന്നോ ഭൂമി വിഴുങ്ങുകയാണ് എന്നോ നമുക്ക് സ്വഹീഹായ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തിടത്തോളം കാലം അത് അംഗീകരിക്കേണ്ടതില്ല. ചില ആൾക്കാർ വിചാരിച്ച് റസൂലുള്ളാഹിയുടെ മദ്ഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതൊക്കെയാണ് പറഞ്ഞിട്ടാണ് മദ്ഹ് ഉണ്ടാക്കലാണെന്ന. അങ്ങനത്തെ വല്ല ആവശ്യമുണ്ടോ? മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം മുത്തുനബിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വചനങ്ങളിലൂടെ പറഞ്ഞതും എഴുതപ്പെട്ടതുമായത് തന്നെ പറഞ്ഞാൽ തീരാത്തത്ര മദ്ഹുണ്ട്. പിന്നെന്തിനാ ഇല്ലാത്തത് പറയാൻ പോകുന്നത്? ഉള്ളത് തന്നെ പറഞ്ഞാൽ തീരൂല. അള്ളാഹു തആല കൊടുത്ത ഗുഡ് സർട്ടിഫിക്കറ്റ് വഇന്നക ലഅലാ ഖുലുഖിൻ നദീം, നബിയെ നിങ്ങൾ ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങനെ സ്വഭാവത്തിന്റെ കാര്യത്തിലും അവിടുത്തെ ശരീര സൗന്ദര്യത്തിന്റെ കാര്യത്തിലും അവിടുത്തെ മുഖത്തിന്റെ കാന്തിയുടെ കാര്യത്തിലും അവിടുത്തെ ശരീരത്തിന്റെ ലാവണ്യവും അംഗലാവണ്യവും എല്ലാം സുമുഖൻ, സുന്ദരൻ, പ്രകാശം ചൊരിയുന്ന മുഖമുള്ളവൻ, അങ്ങനെ കണ്ടാൽ തന്നെ നല്ല സൗന്ദര്യമുള്ള, എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയിട്ടുള്ള നല്ലൊരു ശരീരത്തിന്റെ ഉടമ. പറഞ്ഞാൽ തീരാത്തത്ര, എഴുതിയാൽ തീരാത്തത്ര മദ്ഹുകളുണ്ട്. ആ കൂട്ടത്തിൽ എന്തിനാ ഇല്ലാത്തതൊന്ന് എഴുതി ചേർക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിഷയത്തിൽ പ്രവാചകൻ അത് ശുചീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ നമ്മളോടൊക്കെ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ? മൂത്രമൊഴിക്കുമ്പോഴും കാഷ്ടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് തന്റെ ശരീരത്തിലും തന്റെ വസ്ത്രത്തിലുമൊക്കെ ആ മാലിന്യം കലരാതെ പുരളാതിരിക്കാൻ വേണ്ട ജാഗ്രത അത്യാവശ്യമാണ് ഓരോരുത്തർക്കും. ഈ ആധുനിക കാലഘട്ടത്തിലൊക്കെ ഇറുകിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ പലപ്പോഴും മൂത്രമൊഴിച്ചു കഴിയുമ്പോ, അതല്ലെങ്കിൽ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടക്ക് പലപ്പോഴും, അതല്ലെങ്കിൽ എവിടെയാണ് നിർവഹിക്കുന്നത് എന്ന ബോധമൊക്കെ ഇല്ലാതെ ആ കാര്യത്തിലൊരു സൂക്ഷ്മതയില്ലാതെ വരുമ്പോ പ്രവാചകൻ തിരുമേനി പറഞ്ഞ ഇത്തരത്തിലുള്ള മര്യാദകളുടെ കാര്യത്തിന്റെ ഗൗരവം കൂടുന്നു. ആ വിഷയത്തിൽ എത്രമാത്രം നമ്മൾ സൂക്ഷ്മത കാണിക്കണം എന്നത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം, മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖബറൈനി, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറുകൾക്ക് സമീപത്തുകൂടി നടന്നു പോവുകയാണ്. രണ്ട് ഖബറുകൾക്ക് സമീപത്തുകൂടെ റസൂലുള്ള നടന്നു പോകുമ്പോ അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് ഖബറുകളിൽ നിന്നും ശിക്ഷിക്കപ്പെടുന്ന ശബ്ദം റസൂലുള്ള കേൾക്കുന്നു. ആ അവസരത്തിൽ അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് ആ ഖബറകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതാ ഈ രണ്ട് ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ്. അമാ ഇന്നഹുമാ ലയുഅസ്സബാനി, ഇതാ ഇവർ രണ്ട് കാട്ടരും ഈ രണ്ട് ഖബറിലുള്ള ആളുകളും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുന്നു. വമാ യുഅസ്സബാനി ഫീ കബീർ, നമ്മുടെയൊക്കെ വിചാരപ്രകാരം ഒരു വലിയ തെറ്റിലൊന്നുമല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്. നിസ്സാരമായി തോന്നാവുന്ന ചില സംഗതിയാണ്, കാര്യം എന്നാൽ ഗുരുതരമാണ്. അമ്മാ അഹദുഹുമാ ഫകാന യംശീ ബിന്നമീമതി വഅമ്മൽ ആഖറു ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി. എന്താ റസൂലുള്ള പറഞ്ഞത്? ഒന്നാമൻ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താ? രണ്ട് ഖബറിന്റെ ഉള്ളിലാണ് ശിക്ഷ നടക്കുന്നത്. ഒന്നാമൻ ശിക്ഷിക്കപ്പെടുന്നതിനുള്ള കാരണം ഫകാന യംശീ ബിന്നമീമതി, അയാളുടെ തൊഴിലെന്തായിരുന്നു? അയാൾ നമീമത്തും കൊണ്ട് നടക്കുന്ന പണിയാണ്. എന്താ നമീമത്ത് എന്ന് പറഞ്ഞാൽ? ഏഷണി എന്നർത്ഥം. പരദൂഷണത്തിന് ഗീബത്ത് എന്ന് പറയുന്നു, അന്യൊരുത്തന് ദുഷിച്ചു പറയൽ. ഏഷണി എന്ന് പറയുമ്പോൾ അതും കൂടി ചേരുന്ന, എന്നാൽ കുറച്ചുകൂടി വേറെ രൂപത്തിൽ ഗൗരവം വരുത്തുന്ന സംഗതിയാണ്. ഏഷണി എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കേട്ടത് ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് പോയിട്ട് ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കുന്നു, അവിടെ കേട്ടത് ഇവിടെ പറയുന്നു. അങ്ങനെ രണ്ടു ഭാഗത്തും കത്തിച്ച് നടുക്ക് പിടിച്ചുകൊണ്ട് പന്തം മിന്നുന്നു എന്ന് പറയുന്നൊരു ശൈലി. ആ രൂപത്തിൽ ഇങ്ങനെ ഇവിടെ കേട്ടത് അവിടെയും അവിടെ കേട്ടത് ഇവിടെയും പറഞ്ഞ് പരസ്പരം ഏഷണികൾ പറഞ്ഞിട്ട് ആളെ പറ്റിക്കുന്ന, തമ്മിലടിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള ദുഷിച്ച സമ്പ്രദായം കൊണ്ട് നടക്കുന്ന വ്യക്തിയായിരുന്നു അയാൾ. ആ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഖബറിൽ ശിക്ഷക്കുണ്ടായ കാരണമാണത്. നമ്മൾ ഗൗരവത്തോടുകൂടെ സൂക്ഷിക്കേണ്ടുന്ന ഒരു തിന്മയാണത്.
ഏഷണി പറയരുത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. നമ്മാമു സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല, ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. അവനവിടെ പരലോക വിചാരണ ആരംഭിക്കണമെങ്കിൽ മഹ്ശറിൽ എത്തിയിട്ട് വേണം. പക്ഷേ അതിന്റെ മുന്നോടിയായി തന്നെ ഖബറിൽ തന്നെ പട തുടങ്ങിക്കഴിഞ്ഞു എന്നാണല്ലോ ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഖബർ ശിക്ഷയ്ക്ക് ഹേതുവായി തീരുന്ന ഒരു വലിയ കുറ്റം തന്നെയാണ് ഏഷണി പറയൽ. അതായിരുന്നു അയാളുടെ തൊഴില്. അയാൾ ശിക്ഷിക്കപ്പെടാൻ കാരണം അതാണെന്ന് റസൂലുള്ളാഹി പറയുന്നു. രണ്ടാമതോ അമ്മല്ലാഹറു, അപ്പോൾ മറ്റേ വ്യക്തി എന്തിനാ ശിക്ഷിക്കപ്പെട്ടത്? ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലാ യസ്തൻസിഹു അനിൽ ബൗലി ഔ മിനൽ ബൗലി. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കാറില്ലായിരുന്നു. ശുദ്ധീകരിക്കാറില്ലായിരുന്നു എന്നതല്ല, മൂത്രത്തിൽ നിന്നവൻ കൃത്യമായി ശുദ്ധമാകാറില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ തീരെ ശുദ്ധീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നതിന്റെ ധൃതിയിലായിപ്പോയി. പലപ്പോഴും വീണ്ടും അവരിൽ മാലിന്യത്തിന്റെ അംശങ്ങൾ അടിഞ്ഞുകൂടുകയും അത് വീണ്ടും അവന്റെ വസ്ത്രത്തെയും ശരീരത്തെയും അശുദ്ധമാക്കുകയും ചെയ്തിരിക്കാം. എന്തായിരുന്നാലും രണ്ടായാലും പ്രശ്നം ഗൗരവതരമാണ്. കാരണം നമ്മുടെ നമസ്കാരവും നമ്മുടെ ഇബാദത്തുകളും ശരിയാവണമെങ്കിൽ ശരീരം ശുദ്ധിയാവണമല്ലോ, വസ്ത്രം ശുദ്ധിയാവണമല്ലോ. ഉദുവെടുക്കുന്നു, നമ്മൾ നമസ്കരിക്കുന്നു, അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ശരീരം, നാം നമസ്കരിക്കുന്ന നമ്മുടെ ശരീരവും നമ്മുടെ വസ്ത്രവുമൊക്കെ മാലിന്യത്തിൽ നിന്ന് ശുദ്ധമാകണമല്ലോ. അപ്പൊ ഇത് ശ്രദ്ധിക്കണം എന്നർത്ഥം. എന്നാൽ ഇതിനു വേണ്ടി വസ്വാസ് ഉണ്ടായിട്ട് മണിക്കൂറുകളോളം അവിടെ തന്നെ ഇരിക്കാനാ, അല്ലെങ്കിൽ കുറെ നടക്കാനാ, അതൊന്നുമല്ല. നമ്മൾ കഴിവിന്റെ പരമാവധി സൂക്ഷിക്കണം. പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് പോകരുത്. പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് പോകുമ്പോ എന്താ ഉണ്ടാവുക? രണ്ടടി നടക്കുമ്പോഴേക്കും ഒരു തുള്ളി മൂത്രം വിറ്റും. അങ്ങനെ അസുഖമുള്ള എത്രയോ ആളുകളുണ്ട്. അപ്പോ അതൊരു വസ്വാസായി കാണാതെ പരമാവധി സൂക്ഷ്മത പുലർത്തുക. ഒന്ന് എഴുന്നേറ്റിരുന്നാൽ ഒരു തുള്ളി കൂടി ബാക്കിയുണ്ടെങ്കിൽ അങ്ങോട്ട് പോരുക, അല്ലെങ്കിൽ ഒന്ന് കുനിഞ്ഞു നിവർന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആ അവസാനത്തെ തുള്ളിയും ഇങ്ങ് പോരും. അവർ ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലാതെ വളരെ പെട്ടെന്ന് ഈ കാലഘട്ടത്തിലൊക്കെ ഇറുകിയ ഈ ടൈറ്റുള്ള ജീൻസും ഒക്കെ ധരിച്ച് അങ്ങനെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നിന്നിട്ടൊക്കെ മൂത്രമൊഴിച്ച് പിന്നെ പെട്ടെന്ന് കഴുകിപ്പോയി രണ്ടടി ഇറക്കുമ്പോൾ പിന്നെ മൂത്രം 2-3 തുള്ളിയൊക്കെ ഇട്ടു. അതൊന്നും മൈൻഡ് ചെയ്യാതെ പള്ളിയിൽ കയറും, ചിലപ്പോൾ ഒന്നെടുക്കും, നിസ്കരിക്കും. പിന്നെന്താ അവന്റെ നിസ്കാരം കൊണ്ട് കാര്യം? ആജീവനാണ്ട് ഇങ്ങനെ തന്നെ തുടരുക. അതുപോലെ തന്നെ ഒഴിക്കുന്ന സ്ഥലത്ത് നിന്ന് തെറിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണ്ടേ? ഇത് തെറിക്കുന്നുണ്ടോ? പലപ്പോഴും പാൻസ് ഇടുമ്പോൾ നിന്ന് മൂത്രമൊഴിക്കേണ്ടി വരും. നിന്ന് മൂത്രമൊഴിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും അനുവാദമില്ല. നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ വസ്ത്രത്തിലേക്ക് തെറിക്കുന്നുണ്ടോ? തെറിക്കുന്നില്ലെങ്കിൽ നിന്ന് മൂത്രമൊഴിക്കാം. തെറിക്കുന്നില്ല എന്ന് ഉറപ്പാണെങ്കിൽ നിന്ന് മൂത്രമൊഴിക്കാം. നിന്ന് മൂത്രമൊഴിച്ചൂടാൻ ഇസ്ലാമിൽ നിയമമില്ല. ഇരുന്നിട്ടേ പാടുള്ളൂ എന്നും നിയമമില്ല. നിൽക്കാം, പക്ഷേ തെറിക്കില്ല ശരീരത്തിലേക്ക് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോ നിങ്ങൾ നോക്കൂ, ഇതൊക്കെ വലിയൊരു ഗൗരവമുള്ള വിഷയമായിട്ടാണ് പഠിപ്പിച്ച് എന്ന് വിചാരിച്ച് മനുഷ്യൻ ഇങ്ങനെ കുറേ ടൈം ഇതിനു വേണ്ടി അങ്ങനെ വസ്വാസാകേണ്ടതില്ല. പരമാവധി അവന്റെ കഴിവിന്റെ പരമാവധി അവൻ ശ്രദ്ധ പുലർത്തണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഇല്ലെങ്കിൽ അതൊരു ഗൗരവമുള്ള വിഷയമാണ്. നോക്കൂ, നിങ്ങൾ ഖബർ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട സംഗതിയായിട്ടാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പഠിപ്പിച്ച മര്യാദ എന്താണ്? സർജന സ്ഥലത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോ പ്രവാചകൻ എന്താ പറഞ്ഞത്? കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ മിനൽ ഖലാഇ ഖാല ഗുഫ്രാനക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലായിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവിടുന്ന് പറഞ്ഞിരുന്നു എന്ത്? ഗുഫ്രാനക, നിന്നിൽ നിന്നുള്ള പാപമോചനം എന്നായർത്ഥം. നിന്നിൽ നിന്നുള്ള പാപമോചനം. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ഗുഫ്രാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാബ അഫാനി. ആ പ്രാർത്ഥന അർത്ഥമൊക്കെ നല്ല പ്രാർത്ഥനയാണ്, അർത്ഥമൊക്കെ നല്ല അർത്ഥമാണ്. പക്ഷേ സ്വഹീഹായ വചനങ്ങളിൽ നമുക്കതിനെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വിസർജന സ്ഥലത്ത് നിന്ന് നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറുകയും ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഗുഫ്രാനക എന്നാണ് പറയേണ്ടത്. ഗുഫ്രാനക്. എന്താ അവിടെ പാപമോചനം? എന്താണ് അങ്ങനെ പറഞ്ഞത്? പണ്ഡിതന്മാര് വിശദീകരിച്ച് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്താണ് അവന് ഭക്ഷണം കഴിക്കാൻ കഴിയുക എന്നുള്ളത്. ഭക്ഷണം കഴിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു നിഅമത്ത്. തൊണ്ടയിൽ നിന്ന് ഭക്ഷണം ഇറങ്ങാത്ത എത്ര ആളുകളുണ്ട്? കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ തൊണ്ടയിൽ കൂടെയാണ് ഇറങ്ങുന്നില്ല. പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഒരാൾക്ക് കഴിയുക, അതൊരു വലിയ അനുഗ്രഹം. എന്നിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയോ? അത് ഉള്ളിൽ അങ്ങനെ കല്ലുപോലെ കിടന്നാലോ?
അത് ദഹിക്കണ്ടേ? അപ്പൊ ദഹനക്രിയ അല്ലാഹു ചെയ്തെന്ന ഏറ്റവും വലിയ നിഅമത്താണ്. ഭക്ഷണം നമുക്ക് കിട്ടിയത് നിഅമത്താണ്, അത് കഴിക്കാൻ സാധിച്ചത് നിഅമത്താണ്, അത് ആമാശയത്തിലെത്തിയിട്ട് ദഹനം നടന്നത് നിഅമത്താണ്. ഇനി കഴിച്ചിട്ടും ആമാശയത്തിലെത്തുകയും ദഹനം ചെയ്തതുകൊണ്ടും കാര്യമായില്ലല്ലോ. ആ മാലിന്യം ആവശ്യമില്ലാത്തത് പുറത്തേക്കും ഇറങ്ങണ്ടേ? ആ രൂപത്തിൽ അങ്ങനെ മാലിന്യത്തെ വിസർജനം ചെയ്യാനുള്ള അനുഗ്രഹം ലഭിക്കുക എന്നതും വലിയ നിഅമത്ത് തന്നെ. മൂത്രം ഒരു തുള്ളി കൊണ്ട് പോരാത്ത എത്രയോ രോഗികള്, കാഷ്ടം പുറത്തു പോരുന്നില്ല, മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല, വേദന കൊണ്ട് ബ്ലാഡറാകെ കടയുന്ന എത്രയോ രോഗികൾ, അങ്ങനെ അവസാനം ട്യൂബ് വെച്ചുകൊണ്ട് മൂത്രം പുറത്തേക്കെടുക്കേണ്ടുന്ന അവസ്ഥയുണ്ടാകുന്ന എത്രയോ ആളുകളെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ പോയി സന്ദർശിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ദിനേന ഒരു കാര്യം നിസ്സാരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ നിയമത്തിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാവില്ല. ഒന്ന് സ്റ്റെക്കായി കഴിഞ്ഞാൽ ഒരൽപ്പമൊന്ന് അമാന്തം വന്നു കഴിയുമ്പോഴാണ് അതിന്റെ വലുപ്പവും അതിന്റെ മഹത്വമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇവിടെ ഇത്തരം ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കെന്റെ നാഥൻ ചെയ്തു തന്നല്ലോ. അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ എത്ര നിഅമത്തുകൾ എന്റെ നാഥൻ എനിക്ക് ചെയ്തു തന്നു. പക്ഷേ അവൻ ചെയ്തു തന്ന നിഅമത്തിനനുസരിച്ചൊന്നും ശുക്ർ ചെയ്യാൻ എന്റെ ജീവിതത്തിൽ പലപ്പോഴും പറ്റിയിട്ടില്ല. അതുകൊണ്ട് റബ്ബേ മാപ്പ് തരണേ, പൊറുത്തു തരണേ. അതാണ് ഗുഫ്റാനക, അതാണ് ഗുഫ്റാനക, നിന്നിൽ നിന്നുള്ള പാപമോചനം, എന്നിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ. നീ തന്ന ഭക്ഷണം കഴിച്ചു ഞാൻ, നീ അത് ദഹിപ്പിച്ചു, പുറത്തേക്കത് കൊണ്ടുവന്നു, എനിക്ക് നല്ല സുഖം തോന്നുന്നു, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് കയ്യും കണക്കുമില്ല. പക്ഷേ നീ എനിക്ക് ഒരൽപ്പം, ഒരു സെക്കൻഡ് ചെയ്തു തരുന്ന നിഅമത്തിന് തുല്യമായിട്ട് പോലും ശുക്ർ ചെയ്യാൻ പലപ്പോഴും കഴിയാതെ, പലപ്പോഴും അതിന്റെ മനസ്സ് വരാതെ അബദ്ധങ്ങളും അപാകതകളും ഒട്ടേറെ സംഭവിച്ചിട്ടിരിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ അത് ഓർക്കുകയാണ് മനുഷ്യനെന്ത് പുറത്തേക്ക് വരുമ്പോ ഗുഫ്റാനക്, ഗുഫ്റാനക്, നിന്നിൽ നിന്നുള്ള പാപമോചനം. അതായിരിക്കാം ആ അവസരത്തിൽ അത് പഠിപ്പിക്കപ്പെട്ടതിന്റെ പിന്നിലെ പ്രത്യേകം അങ്ങനെ പരാമർശിക്കപ്പെട്ടതിലെ യുക്തി എന്ന് ചില പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ പാലിക്കണം. ഇവിടെ ഇപ്പൊ പ്രാർത്ഥനയായിട്ട് നമ്മൾ പറയാനുള്ളത് മാത്രമാണ്. ബിസ്മില്ല അങ്ങോട്ട് പ്രവേശിക്കുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി, അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഗുഫ്റാനക, ഇത്ര മാത്രമേ പ്രാർത്ഥനയായിട്ടുള്ളൂ. പിന്നീട് കഴുകുന്ന അവസരത്തിൽ ഇങ്ങനെ പറയുക എന്നൊക്കെ ചില പുസ്തകങ്ങളിൽ കാണാം. കഴുകി വൃത്തിയാക്കുന്ന ശുചീകരണത്തിന്റെ അവസരത്തിൽ അല്ലാഹുമ്മ തഖ്ഹിർ ഖൽബി മിൻ നിഫാഖി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഹൃദയത്തെ അല്ലാഹുവേ നീ കാപ്പട്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കണേ, എന്റെ ശരീരത്തെ മാലിന്യത്തിൽ നിന്ന് ശുദ്ധീകരിച്ചതുപോലെ എന്നൊക്കെയുള്ള വരികൾ ചില പുസ്തകങ്ങളിൽ കാണാം. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിരപ്പെട്ട ഹദീസുകളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ശുചീകരണ വേളയിൽ പറയുക എന്ന് കാണാൻ നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് അത് പറയേണ്ടതില്ല. പ്രവാചകൻ ഇത്തരം ഘട്ടങ്ങളിൽ അങ്ങോട്ട് പ്രവേശിക്കുമ്പോഴും പുറത്തു വരുമ്പോഴുള്ള പ്രാർത്ഥനയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി വുളൂഇന്റെ അവസരത്തിൽ എന്തൊക്കെയാണ് പ്രവാചകൻ പഠിപ്പിച്ച മര്യാദകൾ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. തുടക്കത്തിൽ ബിസ്മില്ല ചൊല്ലണം. വുളൂവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയും പ്രകീർത്തനവും പറയുകയാണെങ്കിൽ തുടക്കത്തിൽ അത് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ സ്വലാത്ത ലിമൻ ലാ വുളൂഅ ലഹു വലാ വുളൂഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി. ലാ സ്വലാത്ത, നമസ്കാരമില്ല, ലിമൻ ലാ വുളൂഅ ലഹു, വുളൂ ഇല്ലാത്തവന്, വലാ വുളൂഅ, വുളൂമില്ല, ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചിട്ടില്ലാത്തവന്. അപ്പൊ ബിസ്മി ചൊല്ലൽ നിർബന്ധാണോ അല്ലേ എന്നതിലെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ളൂ. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അത് നിർബന്ധമല്ല, സുന്നത്താണ്. ബിസ്മി എല്ലാം ഒരാൾ മറന്നുപോയിട്ട് ഉളു എടുത്താലും അവന്റെ ഉളു ശരിയാണ്. എന്നാൽ കാരണം മറവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും ഒഴികഴിവ് നൽകിയിട്ടുണ്ടല്ലോ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. പടച്ച തമ്പുരാനെ, ഞങ്ങൾ മറവി പറ്റുകയോ പിഴവ് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നീ ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കരുതേ. അതിന് അല്ലാഹു തആല ഉത്തരം നൽകിയിട്ടുമുണ്ട്, അങ്ങനെ ശിക്ഷിക്കുകയില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മറവി സംഭവിച്ചു കഴിഞ്ഞു,
അങ്ങനെ ഒരാൾ ഉളൂഇന്റെ തുടക്കത്തിൽ ബിസ്മി പറയാൻ മറന്നാലും അവന്റെ ഉളൂ ശരിയാണ്. എന്നാൽ മനഃപൂർവ്വം ഒരാളത് ഒഴിവാക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ് എന്നും പണ്ഡിതന്മാരുടെ അഭിപ്രായം കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ബിസ്മില്ല പറയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫുള്ള് പറഞ്ഞിട്ടില്ല. ബിസ്മില്ലാഹ് ഇത് മാത്രമാണ് ഉളൂഇന്റെ തുടക്കത്തിൽ നമ്മൾ പറയേണ്ടുന്ന ഒരു ദിക്ർ. അതല്ലാതെ ചില ആളുകൾ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന് പറയാറുണ്ട്. ചില പുസ്തകങ്ങളിൽ അങ്ങനെ എഴുതി പഠിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ നമുക്ക് പ്രവാചക ചര്യയിൽ അങ്ങനെ കാണാൻ കഴിയില്ല. നബി അതൊരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹാബത്ത് രേഖപ്പെടുത്താതെ പോകില്ല, സഹാബിമാരത് പറയാതെ പോകില്ല, അവരത് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാതെ പോകില്ല. അതുകൊണ്ട് ഉളൂഇന്റെ ആരംഭത്തിൽ ബിസ്മില്ലാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഉളൂ അങ്ങ് ആരംഭിച്ചാൽ മതി. പിന്നെ ഉളൂ തീരുവോളം നമുക്ക് യാതൊന്നും പറയാനില്ല. ഉളൂഇന്റെ അവസരത്തിൽ പിന്നെ ഇങ്ങനെ ആളുകളെ പഠിപ്പിക്കുന്നത് എവിടുന്ന് വന്നു? അത് പിൽക്കാലത്താരോ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമാണ്. എന്താ തുടക്കത്തിൽ പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ, ഈ വെള്ളത്തെ ശുദ്ധീകരിക്കുവാൻ പറ്റിയ നിലക്ക് ശുദ്ധിയാക്കി തന്ന അല്ലാഹുവിനാവുന്നു സർവസ്തുതിയും. അർത്ഥത്തിന് തകരാറുണ്ടായിട്ടല്ല. പക്ഷേ അങ്ങനെ ഉളൂഇന്റെ തുടക്കത്തിൽ പറയാനുള്ള പ്രാർത്ഥന ദുആ എന്ന നിലക്ക് പ്രവാചകനത് പഠിപ്പിച്ചിരുന്നതായി എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ഉളൂഇന്റെ ആരംഭത്തിൽ ബിസ്മില്ല മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യും? ഓരോ അവസരത്തിലും അഷ് അഷ് എന്നിങ്ങനെ പറയും. കേട്ടില്ലേ? ആൾക്കാർ ഉളൂടുക്കുമ്പോ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ എടുക്കുമ്പോ പിന്നെ അഷ് ഇങ്ങനെ അഷ്. അപ്പൊ എന്താ? ഓരോന്നിലും ഒരു അശ്ഹദു ഇല്ലാണ്, ഓരോന്നിലും ഈ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാണ്. യാതൊരു അടിസ്ഥാനവും ഇല്ല. നമ്മൾ വിചാരിക്കും എന്തിനാ അതിനൊക്കെ എതിർക്കാൻ പോകണത്? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞ ഷഹാദത്ത് കലിമല്ലേ, നല്ല കാര്യല്ലേ. ഒരാൾ മുഖം കഴുകുമ്പോൾ അത് പറഞ്ഞോട്ടെ, കൈ കഴുകുമ്പോ പറഞ്ഞോട്ടെ, കാല് കഴുകുമ്പോ പറഞ്ഞോട്ടെ, തല തടവുമ്പോ പറഞ്ഞോട്ടെ, നല്ല അർത്ഥമുള്ള വാചകല്ലേ. എന്തിനാ നമ്മൾ എതിർക്കുന്നത്? നമുക്ക് തോന്നിയേക്കും. എന്നായിരുന്നു നമ്മൾ മാത്രമല്ലേ എതിർത്തത്. നോക്കൂ നിങ്ങൾ, ഈ വിഷയം വളരെ കൃത്യമായി പറഞ്ഞ മറ്റൊരു പണ്ഡിതനാണ് നവവി ഇമാമിന്റെ. അദ്ദേഹത്തിന്റെ ഫിഖ്ഹ് ഗ്രന്ഥത്തിൽ മിൻഹാജ് എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയാണത്, ഓരോ അവയവങ്ങളും കഴുകുമ്പോഴുള്ള ചില പ്രാർത്ഥനകൾ ചില ആളുകളും പറയാറുണ്ട്. ഞാനതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം അവക്കൊന്നും ലാ അസ്ല ലഹു, യാതൊരു അടിസ്ഥാനവും ഇല്ല. അർത്ഥം നന്നായ എന്തും പറയാൻ പറ്റുമോ? അർത്ഥത്തിന് തകരാറില്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. നോക്കൂ നിങ്ങൾ, ചില പ്രാർത്ഥനയുടെ ഉദാഹരണങ്ങൾ പണ്ഡിതന്മാര് പറയുന്നു. ആളുകൾ ഓരോന്ന് പറയുന്ന തെളിവുകൾ, ഉദാഹരണങ്ങൾ. ഓരോ അവയവം കഴുകുമ്പോഴും ചിലര് പ്രാർത്ഥിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് മൂക്കിൽ വെള്ളം വയറ്റിച്ചീറ്റുന്ന അവസരത്തിൽ ചിലരിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ സ്ഖിനി മിൻ ഹൗളി നബിയ്യിക കഅസൻ ലാ അദ്മഉ ബഅദഹു അബദാ. പടച്ചവനെ, നിന്റെ നബിയുടെ ഹൗലിൽ നിന്ന് എനിക്ക് കുടിക്കാനുള്ള അവസരം തരണേ. നല്ല അർത്ഥല്ലേ? അതുപോലെ തന്നെ വെള്ളം കയറ്റി ചീറ്റുന്ന അവസരത്തിൽ അല്ലാഹുമ്മ ലാ തഹരിംനി റായിഹത നഈമിക വ ജന്നാതിക്, എന്റെ സ്വർഗത്തിന്റെ പരിമളം എന്റെ മൂക്കിനെ തൊട്ട് തടയരുതേ. മുഖം കഴുകുന്ന അവസരത്തിൽ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തബിയല്ലു വുജൂഹും വ തസ്വദ്ദു വുജൂഹ്. അല്ലാഹുവേ, ചില മുഖങ്ങൾ കറുക്കുകയും ചില മുഖങ്ങൾ വെളുക്കുകയും ചെയ്യുന്ന പരലോകത്ത് മഹ്ശറിൽ എന്റെ മുഖത്ത് നീ വെളുപ്പിക്കണേ. കൈ കഴുകുന്ന അവസരത്തിൽ അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബിയമീനി, അല്ലാഹുവേ എന്റെ ഗ്രന്ഥം വലത് കൈയിൽ തരണേ. അല്ലാഹുമ്മ ലാ തുഅ്തിനി കിതാബി ബിശിമാലി, ഇടത്തെ കൈയിൽ പരലോകത്ത് ഗ്രന്ഥം നൽകരുതേ. തല തടവുന്ന നേരത്ത് അല്ലാഹുമ്മ ഹർരിം ശഅരി വബശരി അലന്നാർ, എന്റെ മുടിയെയും എന്റെ തൊലിയെയും നരകത്തിയിൽ നിന്ന് നീ സംരക്ഷിക്കണേ. ചെവി തടവുന്ന നേരത്ത് അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു, നല്ലത് കേൾക്കുകയും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തണേ. കാല് കഴുകുന്ന അവസരത്തിൽ അല്ലാഹുമ്മ സബ്ബിത് ഖദമീ അലസ്സിറാത്ത്, സിറാത്ത് പാലത്തിലൂടെ നടക്കുമ്പോൾ എന്റെ കാലിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹുവേ. ഇതൊക്കെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിരുന്ന പ്രാർത്ഥനയാ. അവരുടെ കിതാബുകൾ എഴുതി വെക്കുകയും ചെയ്തു. പക്ഷെ പണ്ഡിതന്മാര് പറയണ ഇതൊന്നും പറയാൻ പാടില്ല.
ഇതൊന്നും പറയാൻ പാടില്ല. കാരണം എന്താണ്? ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ഓരോ അവയവം കഴുകുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ ദിക്ർ ചൊല്ലണം, ഇങ്ങനെ പ്രകീർത്തനം വേണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എവിടെയും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഒഴിവാക്കണം. ഇതിൽ നിന്ന് നിങ്ങൾ വേറൊരു കാര്യം കൂടെ പഠിച്ചു വെച്ചോ. എന്ത്? നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അടിസ്ഥാനമില്ലാത്തത് ചെയ്യാൻ പറ്റില്ല. നമ്മളെ പല ആൾക്കാരും അങ്ങനെ പറയാ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, തസ്ബീഹല്ലേ, നല്ല കാര്യല്ലേ, ഖുർആനോദല്ലേ, എന്തിനാ എതിർക്കണത് എന്ന് ചോദിക്കാറുണ്ട്. കാര്യം നല്ലതല്ലാത്തത് കൊണ്ടല്ല. ഇവിടെ നിങ്ങൾ കേട്ടില്ലേ, കൈ കഴുകുമ്പോഴും മുഖം കഴുകുമ്പോഴും തലതടവുമ്പോഴും ചെടി തടയുമ്പോഴും കാല് കഴുകുമ്പോഴും ഒക്കെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഒരു തെറ്റും ആ പ്രാർത്ഥനയിലില്ല. എല്ലാം നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഉളു എടുക്കുന്നവര് മുസ്ലിം, അവൻ മുഖം കഴുകുമ്പോഴോ കൈ കഴുകുമ്പോഴോ കാല് കഴുകുമ്പോഴോ ഇങ്ങനെ ഒരു ദിക്ർ പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അങ്ങനെ ഉളു എടുക്കുന്ന അവസരത്തിൽ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ അത് തെറ്റാണ്, ബിദ്അത്താണ്, പുതിയ സമ്പ്രദായമാണ്, അത് വഴികേടാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാം. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്ത്? നല്ലതാണെങ്കിൽ നമുക്ക് എപ്പോഴും ചെയ്യാനാണോ? അല്ല. ഒരു കാര്യം നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കേണ്ട അധികാരം അല്ലാഹുവിനാണ്. അത് അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുമുണ്ട്. ആ പ്രവാചകൻ അറിയിച്ചു തന്നതും പഠിപ്പിച്ചു തന്നതും മാത്രമാണ് ഖൈർ. അതാണ് ഖൈറുൽ ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങളിൽ വെച്ച്, ചര്യകളിൽ വെച്ച് ഏറ്റവും മുന്തിയ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ. കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്തയായത് പുതിയതായിട്ടുണ്ടാക്കിയ സമ്പ്രദായമാണ്. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. എല്ലാ നിലക്കുള്ള മതത്തിലുണ്ടാക്കിയ പുതിയവയും നവീനമായ സമ്പ്രദായങ്ങളാണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല. എല്ലാ ബിദ്അത്തുകളും വഴികേടുകളുമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ വഴികേടും നരകത്തിലുമാണ്. അപ്പൊ ഇസ്ലാമികമായിട്ട് നമ്മൾ പല ആൾക്കാർ ഒളു എടുക്കുമ്പോൾ അതൊന്നും ചെല്ലണ്ടെന്നാ എന്തിനാ ഒരു ഹൈറായ കാര്യം മുടക്കണമെന്ന് ചോദിക്കാറുണ്ട്. ഒളു എടുക്കുമ്പോ ബിസ്മില്ല ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതെ ഒളു എടുത്തോളുക. വേറെ ഒന്നും പറയാനില്ല. അതിന്റെ ഇടയ്ക്ക് യാതൊന്നും പറയാനില്ല. ഒളു എടുത്ത് കഴിഞ്ഞാൽ പറയാനുണ്ട്. അതാണ് ഉള്ളത് പോലെ പറയാ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളിൽ ഒരാൾ ഉദൂ ചെയ്യുന്നു, അങ്ങനെ ഫയുസ്ബിഹുൽ വുദൂ, ആ വുദൂഇനെ അവൻ പരിപൂർണമാക്കുകയും ചെയ്യുന്നു. പരിപൂർണമായ വുദൂ എടുത്തു കഴിഞ്ഞിട്ട് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അല്ലെങ്കിൽ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ. സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെട്ടു. യദ്ഖുലു മിൻ അയ്യിഹാ ശാ. അവൻ ഉദ്ദേശിക്കുന്നതിലൂടെ അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. മറ്റു ചില റിപ്പോർട്ടിൽ കാണാം അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഖിരീൻ. അല്ലാഹുവേ, നീ എന്നെ പശ്ചാത്തപിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ, പരിശുദ്ധരായവരിലും ഉൾപ്പെടുത്തേണമേ. വേറെ ചില റിപ്പോർട്ടുകളിൽ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്നുകൂടി കാണാൻ സാധിക്കും. അതും ഹദീസിൽ തന്നെ വന്നതാണ്. അപ്പൊ പരിപൂർണമായ നിലക്ക് പറയുകയാണെങ്കിൽ ഈ മൂന്നും കൂടെ പറയാം. അതല്ലെങ്കിൽ ഏറ്റവും പരമപ്രധാനമായത് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നെങ്കിലും പറഞ്ഞാൽ മതി. എന്നാൽ തന്നെ അതിന്റെ ഖൈറായി. ഇപ്പൊ ഉളു എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആരാ ശ്രദ്ധിക്കാറുള്ളത്? അപ്പൊ ഉളു എടുത്തു കഴിഞ്ഞാലുള്ള ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളൊന്നും കൂടെ ഓർമ്മ വെക്കുക. എല്ലാ ഘട്ടങ്ങളിലും ഈ സമ്പ്രദായങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. അപ്പൊ ഇന്ന് പറഞ്ഞ 2 ഘട്ടങ്ങൾ, ഒന്ന് വിസർജന ഘട്ടം, മറ്റൊന്ന് ഉളു ശുദ്ധീകരണത്തിന്റെ അവസരത്തിൽ. ഇതിൽ പാലിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ 4 എണ്ണമാണ് പറഞ്ഞത്. ആ 4ഉം അതോടനുബന്ധമായ പ്രവാചകചര്യയിൽ സ്ഥിരപ്പെട്ടു വന്ന മര്യാദകളെയും നാം കാത്തു സൂക്ഷിക്കുക. അങ്ങനെ പ്രവാചകചര്യയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചാൽ നമ്മൾ അറിയാതെ വലിയ ചെലവില്ലാതെ തന്നെ നമുക്ക് പുണ്യം നേടുവാൻ സാധിക്കും. ആ ഒരു
ഇഖ്ലാസോടുകൂടി പരലോക പുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാചക ചര്യകളെ അനുധാവനം ചെയ്യുക. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.